ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖം തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു സാധനം ഇന്ന് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള സമയ സാഹചര്യമൊക്കെ ഒന്ന് ഒത്തിണങ്ങി വന്നിരിപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ഒരു വൈകുന്നേരമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്കങ്ങനെ പകലൊന്നും ഒരുപാട് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ പകലിറങ്ങിയാലും രാത്രി ഇറങ്ങിയാലും ഒക്കെ ഏകദേശം സെയിം ചൂടൊക്കെ തന്നെയാണ്. എങ്കിലും സൺലൈറ്റ് ഉണ്ടാവില്ല എന്നൊരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പിന്നെ വൈകുന്നേരം കുറച്ച് നല്ല കാറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങളിത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ പിറകിൽ കൂടെ കേട്ടോ, മെയിൻ റോഡ് സൈഡിലല്ല, ബാക്ക് സൈഡിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ആ സൈഡിൽ നിന്നാണ് ഇപ്പോൾ വെയിൽ അടിക്കുന്നത്. ഇവിടെ ടൈം ഏകദേശം 6:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ. എങ്കിലും സൂര്യനങ്ങ് പോയിട്ടില്ല. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വെട്ടം നമ്മുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് വരുവേ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മിച്ചുവിന് ഒരു പ്ലേ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എൻക്വയറി ചെയ്യാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഇവിടെ രാത്രി 10 o'clock വരെ അവരവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി എൻക്വയറി ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ഇതുപോലത്തെ പ്ലേ സ്കൂൾ നഴ്സറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാ നല്ലത് എന്ന് ചൂസ് ചെയ്തിട്ട് വേണം വിടാനായിട്ട്. കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിന് വിടുന്നുള്ളൂ. അപ്പം അതൊന്ന് എൻക്വയറി ചെയ്യാൻ കയറിയതാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഈവനിങ്ങിൽ അബുദാബി കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോർണിഷ് ബീച്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ അൽ ഹസൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ചിൽഡ്രൻസ് ലൈബ്രറി വരുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാത്തൊരു ചാനൽ കയറി നോക്കിയാൽ മതി, കാണാം കേട്ടോ. അപ്പം നമ്മളിത് എന്താ ഞാൻ വാങ്ങാൻ പോണ ഐറ്റം എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ ഐറ്റമാണ്, പക്ഷേ എങ്കിൽ വളരെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഈ കാണുന്ന എത്തിസലാത്തിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. പിന്നെ പൊതുവെ അബുദാബിയിൽ അത്ര വലിയ റഷ് ഇല്ല. വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉണ്ടാവും. പക്ഷേ നമുക്കിങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നൊക്കെ പോകും. ഒത്തിരി ആൾക്കാർക്കൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഞങ്ങൾ പണ്ട് ദുബായിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ. ഭയങ്കര കൺജഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കൽ അബുദാബി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരിടത്ത് ചെന്നാലും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വരില്ല. കാരണം അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീന്, നല്ല ക്വയറ്റായിട്ടൊക്കെ ഉള്ളൊരു പ്ലേസാണ്. നമ്മൾ നടന്നിട്ടാണ് ഷോപ്പിലേക്ക് പോകുന്നത്. നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടെയുള്ള ഒട്ടുമിക്ക ഷോപ്പിൽ നമ്മൾ നടന്നു തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ദൂരമൊക്കെ ആണെങ്കിലേ ഉള്ളൂ ടാക്സി അല്ലെങ്കിൽ ബസ്സിനൊക്കെ പോവുക. പിന്നെ നടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ ആസ്വദിച്ച് കാഴ്ചകൾ കണ്ട് പോകാമല്ലോ. അപ്പോൾ ഒരു ഈവനിങ് വോക്കിംഗ് കൂടെ ആകും. പിന്നെ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ രണ്ടുമൂന്ന് സിഗ്നലൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സീബ്ര ക്രോസിൽ കൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആ സിഗ്നൽ ഫോളോ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഫൈൻ കിട്ടും. അത് ആ ലൈറ്റ് റെഡ് ലൈറ്റ് വരുമ്പോൾ നമ്മൾ വാക്ക് ചെയ്താലും നമുക്ക് ഫൈൻ കിട്ടും. ഇവിടെ പോലീസൊക്കെ അങ്ങനെ നിൽപ്പുണ്ടാകും കേട്ടോ. അവർ പോലീസ് വേഷത്തിലായിരിക്കില്ല നിൽക്കുക. അപ്പോൾ നമ്മുടെ എമറേറ്റ്സ് ഐ ഡി ഒക്കെ വാങ്ങിച്ച് നമുക്ക് ഫൈനൊക്കെ തരും. ഇത് വെസ്റ്റേൺ ടോപ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ നല്ല ഓഫറുണ്ട്, മിക്കപ്പോഴും കാണാറുണ്ട് ഓഫറൊക്കെ. 10, 20, 40 അങ്ങനെ ആ പ്രൈസിനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവേ.
ഇതൊരു ഫ്ലവർ ഷോപ്പാണ്. നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന മോഡലിൽ നമുക്ക് ബൊക്കെയൊക്കെ ഉണ്ടാക്കി തരും. അതിപ്പോൾ 50 ദിർഹത്തിനോ 100 ദിർഹത്തിനോ അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് വെച്ച് അവർ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പം ഞാൻ വാങ്ങണം എന്ന് ആഗ്രഹിച്ച ഐറ്റം ഇതൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഐറ്റം ഇവിടെ ഈ ഷോപ്പിലാണ് കിട്ടുന്നത്, ഈ ഇലക്ട്രോണിക് ഷോപ്പിൽ. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ച സാധനം ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും ചിലപ്പോൾ. ആ റിംഗ് ലൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പണ്ട് ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുന്ന വഴിക്ക് ഇതുവഴി കാണാറുണ്ട് ഇതിരിക്കുന്നത്. അപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇത് വാങ്ങണം. അപ്പോൾ ഇടയ്ക്ക് കയറി ഞങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചായിരുന്നു. പിന്നെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷമാണ്, റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നിശ്ചയമാണെങ്കിൽ അവൾക്ക് എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് കരുതി അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നടന്ന് നോക്കട്ടോ. ലിൻഡോസാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. അപ്പം ഇതിൽ എത്ര ഇഞ്ച് റിംഗ് ലൈറ്റിൻ്റെ എത്ര ഇഞ്ച് വേണമെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നിശ്ചയമാണെങ്കിൽ പോക്കറ്റിൽ ചില്ലറ പൈസ ഇട്ടുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. ആ ക്യാൻഡി മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ടേ പറഞ്ഞതാണ് ക്യാൻഡി വേണം. അതിനുള്ള കോയിനാണ് അവൾ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഈ ഷോപ്പിലിരിക്കുന്നത് ഒരു മലയാളി ചേട്ടനാണ്. അപ്പോൾ നമ്മൾ അവസാനം റിംഗ് ലൈറ്റ് സെലക്ട് ചെയ്തു. RLൻ്റെ 14 ഇഞ്ചിൻ്റെ റിംഗ് ലൈറ്റാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 മൊബൈൽസ് വരെ വെക്കാൻ പറ്റും. നമ്മൾ ലൈറ്റ്സൊക്കെ നോക്കി അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ 120 ദിർഹത്തിന് ഞാൻ ആ റിംഗ് ലൈറ്റ് സ്വന്തമാക്കി. പിന്നെ നമ്മളിത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബക്കാലുണ്ട്. ബക്കാല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷോപ്സാണ്. അവിടെ എല്ലാ ഐറ്റംസും കിട്ടും. നമ്മുടെ ജ്യൂസ്, ക്യാൻഡീസ്, നമ്മുടെ അത്യാവശ്യമുള്ള ബേക്കറി ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും, സ്റ്റേഷനറി കട എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഇവിടുത്തെ ബക്കാല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച്, പിന്നെ നിച്ചിൻ്റെ കയ്യിൽ ഇതൊരു ഫാനുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഇതൊരു പോർട്ടബിൾ മിനി ഫാനാണ്. നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് കൊടുത്തിട്ടുണ്ട്. അവളത് യൂസ് ചെയ്യുന്നില്ല, അത് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാനിതിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ്. അതേ ലൈറ്റ് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ സ്റ്റാൻഡ് നമ്മൾ നിച്ചിൻ്റെ സ്ട്രോളറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ റൂമിൽ ചെന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വന്നപ്പോൾ തന്നെ ഡ്രസ്സൊന്നും മാറണ്ട. അവൾക്കാരും നിർബന്ധം ഇത് ഓപ്പൺ ചെയ്യണമെന്ന്. പിന്നെ അങ്ങ് ഓപ്പൺ ചെയ്തേക്കാതെ വിചാരിച്ചു. നല്ലൊരു പാക്കിംഗ് ആണ് വരുന്നത്. അതിൻ്റെ നമ്മളത് ഫിറ്റ് ചെയ്യണം. ആ ഫോണിൻ്റെ സ്റ്റാൻഡൊക്കെ അതിനുള്ള എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡോസ് ഓരോന്നായിട്ട് ഫിക്സ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ എന്ത് സാധനം ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചാലും വിൻഡോസാണിത് ഫിക്സ് ചെയ്യുക. കാരണം ഫിക്സിങ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ്. നല്ല ക്ഷമ വേണം. എന്നെക്കൊണ്ടത് പറ്റത്തില്ല. മിച്ചും കൂടെ ഇരുന്ന് സഹായിക്കുന്നുണ്ട്. ഓരോരോ സാധനമൊക്കെ അവൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു റിമോട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് റിമോട്ട് കൺട്രോലും ഇത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പ്രൈസ് കൊടുത്തേക്കുന്നത് 200 ദിർഹംസ് എന്നാണ്. പക്ഷെ നമ്മൾ 120 ദിർഹത്തിനാണ് കേട്ടോ അത് വാങ്ങിച്ചത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. അപ്പോൾ റിമോട്ടിലിടാനുള്ള ബാറ്ററിയും അവർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഗ്രീൻ കളർ 2 സ്മോൾ ബാറ്ററി ഉണ്ട്. ഇത് 3 ഫോണ് ഫിക്സ് ചെയ്യാനുള്ള ഫോൾഡറാണ്. പക്ഷെ നമുക്ക് 3 ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല. കൂടുതൽ 2, അതിൽ കൂടുതൽ നമ്മൾ കേൾക്കത്തില്ല കേട്ടോ. നമുക്കിത് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ അത്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ഹെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് ശരിയാക്കണം.
അങ്ങനെ സ്റ്റാൻഡും ഫിറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല പൊക്കമുണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് നമ്മളെക്കാളും ഒരു എനിക്ക് തോന്നുന്നു എത്ര സെൻറ്റിമീറ്ററാണ് ഞാൻ മറന്നുപോയി. നമ്മളെക്കാൾ നല്ല ഉയരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല പൊക്കം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കളറിലാക്കാം. ഇത് വാം ലൈറ്റ് ആ മോഡിലേക്കൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഇത് ബട്ടൺസ് അതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ് ബട്ടൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐറ്റം വാങ്ങിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഹാപ്പി ആയത് ഇവിടെ വേറൊരാളാണ്. നിച്ച അതിൻ്റെ മുന്നിൽ നിന്ന് ഡാൻസിലേക്ക് കളിയാണ്. അവളൊന്നും മുന്നിൽ നിന്ന് മാറുന്നേ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.